സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരി ജില്ല GNSS സംഘടിപ്പിച്ച ശ്രീ ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. മുഖ്യ പ്രഭാഷകൻ്റെ പ്രസംഗമധ്യേ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളെക്കുറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സദസ്യർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായത്, മറ്റ് ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ട്, ശ്രീ ചട്ടമ്പിസ്വാമിയെക്കുറിച്ചും നാം ഒക്കെ കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ചും ആത്മീയ ചിന്താ പദ്ധതിയെക്കുറിച്ചുമൊക്കെ സമൂഹത്തിൻ്റെ താഴേത്തട്ടിലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇനിയും എത്തേണ്ടിയിരിക്കും. എന്തുകൊണ്ടോ ശ്രീ ചട്ടമ്പിസ്വാമികളുടെ ആത്മീയ നിരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെ കാതിലും ഇനിയും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. എല്ലാ മനുഷ്യരെയും സമാഭാവനയോടുകൂടി അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി കണ്ടൊരു മഹാത്മാവായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ. ഒരു സന്യാസിയാണെങ്കിൽ കൂടി നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു സന്യാസിയുടെ ഡ്രസ് കോഡ് ഒരിക്കലും അണിഞ്ഞിട്ടില്ലാത്തൊരു മഹാനാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ. പ്രഭാഷണമധ്യേ പ്രഭാഷകൻ അവിടെ സൂചിപ്പിച്ചതുപോലെ ഗുരുക്കന്മാരുടെ ഗുരുവായ ശ്രീ വിവേകാനന്ദ സ്വാമികൾ പോലും കേരള സന്ദർശന മധ്യേ ഞാൻ മലബാറിലൊരു മഹാനെ കണ്ടു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തെ ശ്രീ വിവേകാനന്ദ സ്വാമി മൊത്തത്തിൽ വിലയിരുത്തിയത് നിങ്ങൾക്കും എനിക്കും അറിയാം. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അപ്പോൾ ഈ ഭ്രാന്താലയത്തിൽ ഒരു നന്മയുള്ളൊരു മനുഷ്യനെ അദ്ദേഹം കണ്ടതായി പറയുന്നത് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളെയാണ്. അപ്പോൾ ഇനിയും ചട്ടമ്പിസ്വാമിയുടെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ആദർശനങ്ങളും ആത്മീയ നിരീക്ഷണങ്ങളും ചിന്തകളുമൊക്കെ പാഠ്യരൂപേണയും പുസ്തകരൂപേണയുമൊക്കെ ലളിതമായ ഭാഷയിൽ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ലളിതം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇപ്പോൾ കടുകട്ടി ഭാഷയിലെ ഇത്തരം നിരീക്ഷണങ്ങൾ എഴുത്തുകാരൻ പ്രസിദ്ധീകരിക്കുന്ന പക്ഷം, കാരണം ഞാൻ മിടുക്കനാണ് എന്ന് ചമയാൻ വേണ്ടി ചില എഴുത്തുകാർ ഡിക്ഷണറിയും മറ്റും റെഫർ ചെയ്ത് കടുകട്ടി ഭാഷയിലൊക്കെ ഗ്രന്ഥരചന നടത്താറുണ്ട്. അപ്പോൾ അത് കുറേ പണ്ഡിതരുടെ തലയിൽ കയറുമെന്നല്ലാതെ സാധാരണക്കാരായ വിജ്ഞാനദാഹികളുടെ മനസ്സിൽ പറ്റിപ്പിടിക്കാൻ പാടാണ്. അതാണ് ലളിതം എന്ന് പറയുന്നത്. ലളിതമായൊരു ആഖ്യാനം സ്വാമി തിരുവടികളുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും ഇനിയും ധാരാളം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമുക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ട്. ശ്രീനാരായണ ഗുരു, ശ്രീ നടരാജഗുരു, അല്ലെങ്കിൽ നിത്യ ചൈതന്യ യതി തുടങ്ങി ധാരാളം ഗുരുക്കന്മാർ കേരളത്തിൻ്റെ മണ്ണിൽ പിറന്നിട്ടുണ്ട്. ശങ്കരാചാര്യർ മുതൽ
ധാരാളം ഇപ്പോൾ ശ്രീ അമൃതാനന്ദമയി ദേവി തുടങ്ങി ധാരാളം ഗുരുക്കന്മാരുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ അക്കമിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ചില പേരുകൾ സൂചിപ്പിച്ചില്ലല്ലോ എന്ന് തോന്നാം. അത് മനഃപൂർവമോ അല്ല, പെട്ടെന്ന് ഓർമ്മയിലെത്താത്തതാണ്. വലിയ ഗുരുക്കളുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ കന്യാകുമാരി ജില്ലയുടെയും കേരളത്തിൻ്റെയും ഒക്കെ മണ്ണിൽ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരൊക്കെ നമുക്ക് വഴികാട്ടികളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളെ കുറിച്ച് ആലോചിച്ചു പോകുന്നത്. ലളിതമായൊരു സന്യാസിയുടെ ഡ്രസ് കോഡോ, നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പരിവേഷമോ, ആ ഒരു ഫ്രെയിമിൽ ഒതുങ്ങാത്തൊരു മഹാനായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ശ്രീ ചട്ടമ്പി സ്വാമി എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ഒരു ഊച്ചാളിയായ, ഒരു വലിയ പ്രശ്നക്കാരനായ സ്വാമിയാണോ? ഈ ചട്ടമ്പി എന്ന വാക്കിന് തെക്കോട്ട് ഊച്ചാളി എന്ന അർത്ഥമാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെയാണ് എൻ്റെ പക്വതയ്ക്കും അറിവും മാറിയതനുസരിച്ച് വായനയിൽ കൂടിയും മറ്റും പിന്നെയാണ് മനസ്സിലാവുന്നത് ചട്ടമ്പി എന്ന വാക്ക് ഗുരുകുല വിദ്യാഭ്യാസ കാലത്തൊക്കെ ഒരു മോണിറ്റർ, ഒരു അറിവും പക്വതയും നേടിയതിനാൽ സ്വാമിയുടെ ആ ഒരു ലീഡർ, ആ ഒരു മോണിറ്ററുടെ സ്ഥാനം സ്വാമിക്കെന്ന് ഗുരു കൽപ്പിച്ചതുകൊണ്ടാണ് ഈ ചട്ടമ്പി എന്ന പേര് ലഭിക്കുന്നത്. ചട്ടമ്പി ഈസ് ഈക്വൽ ടു ഒരു മോണിറ്റർ, ഒരു വിദ്യാർത്ഥി, ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ ആ വിദ്യാർത്ഥികളുടെ ഒരു ലീഡർ എന്ന നിലയിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പങ്കെടുത്ത GNSSൻ്റെ ആ സമ്മേളനം, ഞാൻ ഉൾപ്പെടുന്ന സദസ്യർക്ക് വലിയ അറിവുകൾ ലഭിക്കുകയുണ്ടായി. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇനിയും പലതും വായിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നി. അത് എന്നെപ്പോലെ സദസ്യരിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവാം. അതൊരു നല്ല ചിന്തയുടെ അല്ലെങ്കിൽ നല്ലൊരു സംഭവം, കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.